വാർത്ത ഇപ്പോൾ വളരെ സുപരിചിതമാണെങ്കിലും ഇതിനെക്കുറിച്ച് എനിക്കും ചിലത് പറയാനുണ്ട്. അത് പറയാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഓപ്പറേഷനും മറ്റും കഴിഞ്ഞ് ഒരുപാട് വേദനയോടെ കഴിഞ്ഞു പോകുന്ന ഒരു പാവ ഉമ്മ. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിട്ടും തൻ്റെ വേദനയേക്കാൾ ലഹരിക്ക് അടിമപ്പെട്ട തൻ്റെ മകൻ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലൂടെ ആ ഉമ്മ കടന്നുപോയിരുന്നത്. തൻ്റെ ജീവിതത്തിൽ മരണം വരെ താങ്ങും തണലുമായി തൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച ആ മകൻ്റെ കൈകൊണ്ട് തന്നെ താൻ കൊലപ്പെടേണ്ടി വരുമെന്ന് ആ ഉമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ മക്കൾക്ക് ചുറ്റിനും ചെലന്തി വല വെച്ചിരിക്കുന്ന പോലെ വേട്ടയാടാൻ ആളുകളുണ്ടെന്ന കാര്യം നമ്മൾ ഓർക്കണം. എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന വിശ്വാസമല്ല, ഇന്നത്തെ സാധ്യതകളും സാഹചര്യങ്ങളുമാണ് അവരെ തെറ്റിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ലല്ലോ. വലിയ വീടുകളിൽ തന്നെ 1-2 ആൾക്കാർ, അതിൽ സഹോദരന്മാരുണ്ടെങ്കിൽ തന്നെ ഫോണുകളിൽ തലച്ചിട്ട ബാല്യകൗമാരങ്ങൾ. ഈ തലകുനിഞ്ഞ നട്ടല് വളഞ്ഞ യുവതലമുറയെ സക്സസിന് ചില മാനദണ്ഡങ്ങൾ മാത്രം വെച്ചുകൊണ്ട് വാർത്തെടുക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾ. തിന്മയെ പ്രചോദനപ്പെടുത്തുന്ന പാട്ടുകളും പിശാചിനെയും തിന്മയും ഉയർത്തിപ്പിടിക്കുന്ന ബ്രാൻഡുകളും ബ്രാൻഡ് ലോഗോകളും കുട്ടികൾ കാണുന്ന കാർട്ടൂണുകളിലൂടെ വരെ ഇന്ന് നമ്മുടെ വീടുകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തെറ്റിനെയും ശരിയെയും വേർതിരിക്കേണ്ടവർ തന്നെ തെറ്റിനെ ശരിയായും ശരിയെ തെറ്റായും പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന യുവതലമുറ. എല്ലാ വിഷയത്തിലും നമ്മൾ എടുക്കുന്ന നിലപാട് പോലെ തന്നെ ഏതോ ഒരു കുടുംബത്തിലെ ഏതോ ഒരു അമ്മയെ ഏതോ ഒരു മകൻ വെട്ടിക്കൊന്നു എന്നെഴുതി തള്ളാതെ ചിന്തിച്ചു മുന്നേറിയില്ലെങ്കിൽ നാളെ നമ്മളും ബുദ്ധിമുട്ടേണ്ടി വരും. നാളെ നമ്മുടെ ചുമരിലും ഈ ചോരക്കറ പുരളാതിരിക്കാൻ അടുത്ത ചുവട് നമ്മൾ എടുത്തു വെച്ചേ പറ്റുള്ളൂ. ഞാനടക്കമുള്ള ഇന്നത്തെ ജനറേഷൻ ഒന്നിരുത്തി ചിന്തിക്കേണ്ടതില്ലേ? നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ വസ്ത്രധാരണം, നമ്മൾ ഫോളോ ചെയ്യുന്ന കൾച്ചർ, ഇതിൻ്റെയൊക്കെ ഇപ്പം എങ്ങനെയാണ് മനുഷ്യത്വവും മാനുഷിക പരിഗണനയും ഇല്ലാതായതെന്ന്